നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. KMRL എക്സാലോജിക് മാസപ്പടി കേസ് അന്വേഷണത്തിൽ വീണ ടിക്ക് കുരുക്കുമുറുക്കുകയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ബാങ്ക് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി വീണ ടിയുടെ ബാങ്ക് ലോക്കറുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ബാങ്കിലെത്തി ലോക്കർ തുറന്ന് പരിശോധിച്ചിരുന്നു ED. തിരുവനന്തപുരം ആയുർവേദ കോളേജിന് സമീപത്തുള്ള HDFC ബാങ്കിലാണ് ED ഉദ്യോഗസ്ഥരെത്തി ലോക്കർ തുറന്ന് പരിശോധിച്ചത്. കേന്ദ്രസേനയുടെ സുരക്ഷ ഒരുക്കിയായിരുന്നു ED സംഘം എത്തിയത്. മുൻകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിലായിരുന്നു കേന്ദ്രസേന ബാങ്ക് വളഞ്ഞതും അവരുടെ അതായത് അത്തരത്തിലൊരു സുരക്ഷ ഒരുക്കി ഇത്തരത്തിൽ പരിശോധന നടത്തിയത്. ഇതിന് പിന്നാലെ ആ ഒരു ബാങ്ക് പരിശോധന കൂടി നടന്നതിന് ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ വീണ്ടും ഈ വീണയ്ക്ക് ED സമൻസ് അയച്ചിരിക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകുവാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതായത് കാര്യങ്ങൾ വേഗത്തിലാക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പരിശോധനകൾ, ചോദ്യം ചെയ്യലുകൾ, വീണ്ടും വിളിപ്പിക്കൽ, അങ്ങനെ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. CMRL എക്സാലോജിക് കേസിൽ വീണയ്ക്ക് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചതോടെ ചോദ്യമുയരുന്നത് വീണ ഹാജരാകുമോ, മറ്റെന്തെങ്കിലും കാര്യം ചൊല്ലി ഒഴിയുമോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വീണ്ടും ഉയരുന്നുണ്ട്. ജൂൺ 29 ചോദ്യം ചെയ്യലിന് കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. 17 വീണയെ 9 മണിക്കൂറോളമാണ് നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത്. അതിനുശേഷമായിരുന്നു ബാങ്കിൽ പരിശോധന നടത്തിയത്. 2 കമ്പനികളുമായി 2017-2021 കാലയളവിൽ നടത്തിയ 2.78 കോടി രൂപയുടെ കൺസൾട്ടൻസി ഫീസ് ഇടപാടുമായി ബന്ധപ്പെട്ട നേരിട്ടുള്ള ചോദ്യങ്ങൾക്ക് വീണ നൽകിയ മറുപടി തനിക്കിതിലൊന്നും മനസ്സറിവില്ലാത്ത കാര്യമാണ് എന്നാണ്. എക്സാലോജി കമ്പനിയുടെ കൺസൾട്ടൻസി ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഫയലുകളെല്ലാം ബംഗളൂരു ഓഫീസിലാണെന്നും അന്നത്തെ പല കാര്യങ്ങളും ഓർക്കുന്നില്ലെന്നും പല ചോദ്യങ്ങൾക്ക് വീണ മറുപടി പറഞ്ഞു. എന്നാൽ വീണയുടെ മൊഴിയിൽ പൊരുത്തക്കേടുകളുണ്ടെന്നാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിലയിരുത്തൽ. ഒരുപാട് പൊരുത്തക്കേടുകൾ നൽകിയിരിക്കുന്ന മൊഴികളിലുണ്ട്. കിട്ടിയ രേഖകളുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ, മറ്റുള്ളവരുടെ മൊഴിയുമായി പരിശോധിക്കുമ്പോൾ പൊരുത്തക്കേടുകളുണ്ട് എന്ന വിലയിരുത്തലാണ് അന്വേഷണ സംഘം. വീണ മാനേജിംഗ് ഡയറക്ടറായ എക്സാലോജിക് സൊല്യൂഷൻ സേവനമൊന്നും നൽകാതെ CMRL കമ്പനിയിൽ നിന്നും 2.78 കോടി രൂപ കൈപ്പറ്റിയെന്നും ഇവരുടെ സഹോദര സ്ഥാപനത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപ വായ്പയായി നേടിയെന്നുമാണ് EDയുടെ കേസ്. ഈ തുക കള്ളപ്പണ നിരോധന നിയമപ്രകാരം കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച പണത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് ED മുന്നോട്ട് വയ്ക്കുന്ന വാദം. പ്രതികളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. EDയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും ഇതുവരെ സമാഹരിച്ച തെളിവുകളും മൊഴികളും വിശദമായി പരിശോധിച്ച ശേഷമാണ് ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് കടക്കുന്നത്. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അടുത്ത നീക്കങ്ങൾ കരുതലോടെയാണ്. ലഭ്യമായ മുഴുവൻ മൊഴികളും രേഖകളും വിശദമായ വിശകലനത്തിന് വിധേയമാക്കിയിട്ടാണ് അടുത്ത നീക്കം ED നടത്തിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ SFIO നടത്തിയ അന്വേഷണത്തിന്റെ മുഴുവൻ രേഖകളും EDക്ക് ലഭ്യമായിരുന്നു. തുടർന്ന് ഇതുകൂടി പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അടുത്ത ഘട്ടം ചോദ്യം ചെയ്യലുകളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുന്നത്. മാത്രമല്ല, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്ക് മാത്രമല്ല, അതിനപ്പുറമുള്ള സാധ്യതകളിലേക്ക് കൂടി വഴി തുറക്കുന്നതായിരിക്കും ഏജൻസിയുടെ അടുത്ത നീക്കങ്ങൾ എന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം. പണം കൈമാറിയ CMRL അധികൃതരെയും പണം കൈപ്പറ്റിയ എക്സാലോജിക് ഉടമ വീണയെയും ചോദ്യം ചെയ്തതോടെ EDക്ക് പ്രാഥമിക ഡിജിറ്റൽ രേഖാമൂലമുള്ള തെളിവുകൾ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ വീണയോട് പ്രധാനമായും ED ഉദ്യോഗസ്ഥർ ചോദിക്കുന്ന ചോദ്യം, വീണയിൽ നിന്ന് കൃത്യമായ ഉത്തരം കിട്ടേണ്ട ചോദ്യം, എക്സാലോജി കമ്പനിക്ക് CMRL നൽകിയ ഈ കോടി രൂപകൾ അതിനു പകരമായി എന്ത് സേവനമാണ് നൽകിയത്? ശശിധരൻ കർത്തയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയിൽ നിന്ന് വാങ്ങിയ 50 ലക്ഷം രൂപയുടെ വായ്പയെക്കുറിച്ചുമുള്ള കൃത്യമായ മറുപടി. ഇതിനാണ് പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വീണയിൽ നിന്നും മറുപടി അറിയേണ്ടത്. ഈ സാഹചര്യത്തിൽ ഡിജിറ്റൽ തെളിവുകളുടെ മൊഴികളുടെ ശാസ്ത്രീയ വിശകലനത്തിന് കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുൻഗണന നൽകിയിരുന്നു. ഇക്കഴിഞ്ഞ മെയ് 27 തിരുവനന്തപുരം, കണ്ണൂർ, ബംഗളൂരു അടക്കം 10 കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ വ്യാപക റെയ്ഡുകളിൽ നിരവധി ഡിജിറ്റൽ തെളിവുകളും ബാങ്ക് രേഖകളും പിടിച്ചെടുത്തിരുന്നു. ഇതോടൊപ്പം CMRL ഡയറക്ടർമാരുടെയും വീണയുടെയും മൊഴികൾ പരസ്പരം ഒത്തുനോക്കുകയായിരുന്നു EDയുടെ ആദ്യപടി. മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടോ എന്നും സേവനം നൽകിയെന്ന് അവകാശപ്പെടുന്ന IT പ്രൊജക്റ്റുകളുടെ ഡിജിറ്റൽ ഫുട് പ്രിന്റ് യഥാർത്ഥത്തിലുള്ളതാണോ എന്നും ഫോറൻസിക് പരിശോധനയിലൂടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉറപ്പുവരുത്തും. CMRL MD ശശിധരൻ കർത്തയുടെ ഭാര്യ ജയ എസ് കർത്ത, മകൻ ശരൺ എസ് കർത്ത, മകൾ ഷിബി എസ് കർത്ത, CMRL ഉദ്യോഗസ്ഥർ തുടങ്ങിയവരെ കഴിഞ്ഞ ദിവസങ്ങളായി ED ചോദ്യം ചെയ്തിരുന്നു. പല മൊഴികൾ തമ്മിലും വൈരുദ്ധ്യമുള്ളതിനാൽ ഇത് പരിഹരിക്കുന്നതിന് CMRL ഉദ്യോഗസ്ഥരെയും വീണയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിനും
സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇവർ നേർക്കുനേർ വരുമ്പോൾ മൊഴികളിലുള്ള പൊരുത്തക്കേടുകൾ കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് അത്തരത്തിലുള്ള നീക്കമാണ് ഇ ഡി നടത്തുന്നത്. CMRൽ നിന്നും എക്സാലോജിക് സ്വീകരിച്ചതായി കണ്ടെത്തിയ ഈ കോടികൾ ഇത് കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച പണം എന്ന് ഇ ഡി സംശയിക്കുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് 242 ബാങ്ക് അക്കൗണ്ടുകളിലായി 18 കോടിയോളം രൂപ ഇ ഡി ഇതിനകം മരവിപ്പിക്കുകയുണ്ടായി. വീണയുടെ വ്യക്തിപരമായ സ്വത്തുക്കളുടെ എക്സാലോജിക്കിന്റെ ആസ്തികളുടെ വിവരങ്ങളും ഇ ഡി ശേഖരിച്ചവയിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ പണം ഉപയോഗിച്ചാണ് സ്വത്തുക്കൾ വാങ്ങിയതെന്ന് തെളിഞ്ഞാൽ PMLA നിയമപ്രകാരം താൽക്കാലികമായി സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്ക് ഇ ഡിക്ക് നീങ്ങാം. SFIO രേഖകൾ പൂർണ്ണമായി കൈപ്പറ്റുന്നതോടെ അന്വേഷണത്തിന് കൂടുതൽ ശക്തമായ നിയമസാധുത കിട്ടുമെന്നാണ് ഇ ഡി വൃത്തങ്ങൾ പറയുന്നത്. മാത്രമല്ല മറ്റ് രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനും ഇ ഡിക്ക് ആലോചനയുണ്ടെന്നാണ് സൂചന. CMRL കമ്പനി കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ 182 കോടിയോളം രൂപ വ്യാജ ചെലവുകളായി കാണിച്ച് പലർക്കും കൈക്കൂലിയായി മാസപ്പടിയായി നൽകിയിട്ടുണ്ടെന്നാണ് SFIO കണ്ടെത്തിയിട്ടുള്ളത്. അതിനാൽ അന്വേഷണം വീണയിലേക്ക് മാത്രമല്ല കർത്തയുടെ കുടുംബത്തിന്റെ ഡയറിയിലുള്ള മറ്റു പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ, ഉദ്യോഗസ്ഥർ എന്നിവരിലേക്ക് വ്യാപിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ പേർക്ക് സമൻസ് കിട്ടും. ആർക്കൊക്കെ സമൻസ് കിട്ടും? ഇപ്പോൾ ഭരണത്തിൽ ഇരിക്കുന്നവരുണ്ട്, ഈ ലിസ്റ്റിൽ പേരുള്ളവരുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആർക്കൊക്കെയാണ് ഇനി സമൻസ് കിട്ടാൻ പോകുക എന്നത് ഒരു ചോദ്യം തന്നെയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ മാസപ്പടി വാങ്ങിയവരുടെ ലിസ്റ്റിൽ ഒരുപാട് പേര് ചുരുക്കെഴുത്തുണ്ട്. PV, OC, RC അങ്ങനെ ഒരുപാട് ചുരുക്കെഴുത്തുണ്ട്. അത്തരത്തിൽ ചുരുക്കെഴുത്ത് ആരൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന ചോദ്യമൊക്കെ ഒരു സമയത്ത് ശക്തമായിരുന്നു. ഈ ചുരുക്കെഴുത്തുകൾ അല്ലെങ്കിൽ ഈ ഡയറിയിലുള്ളവരുടെ പേര് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നതാണ്. ഇതിൽ PV ആര് എന്ന ചോദ്യമാണെന്ന് പ്രധാനമായും ഉയർന്നത്. PV എന്നാൽ പിണറായി വിജയനാണോ എന്ന ചോദ്യമൊക്കെ ഉയർന്നതാണ്. അന്നത്തെ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ അന്ന് നൽകിയ മറുപടി പ്രസക്തമാണ്. മാസപ്പടി വാങ്ങിയവരുടെ ലിസ്റ്റിൽ തൻ്റെ പേരുണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് അന്നത്തെ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ പറഞ്ഞത്. PV എന്ന ചുരുക്കപ്പേര് തനിക്ക് മാത്രമല്ല ഉള്ളത്. എത്ര PVമാരുണ്ട് ഈ നാട്ടിൽ? BJP സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർ ഊഹിച്ചതിന് ഞാൻ എന്ത് പറയാനാണ് എന്നായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രിയുടെ ചോദ്യം. ഏജൻസിക്ക് കൃത്യമായ ഉദ്ദേശമുണ്ട്. ലിസ്റ്റിൽ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു ബന്ധുവിനെ കുറിച്ച് പറയുന്നത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്. എന്തിനാണ് തൻ്റെ പേര് പറയുന്നത്? പ്രൊഫഷണൽ ഏജൻസി ആണെങ്കിൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? മാധ്യമങ്ങൾ ഏജൻസിയുടെ ഭാഗങ്ങൾ ഏറ്റുപിടിക്കുന്നതായും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചിരുന്നുവെന്ന് BJP സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർ ഊഹിച്ചതിന് ഞാൻ എന്ത് പറയാനാണ്? ഇത്തരമൊരു കാര്യത്തിൽ എൻ്റെ സ്ഥാനമെടുത്ത് ഉപയോഗിച്ചത് എന്തിനാണ്? ഇന്നയാളുടെ ബന്ധുവാണെന്ന് എന്തിനാണ് പറയുന്നത്? കേന്ദ്ര ഏജൻസികളുടെ വാക്ക് കേട്ട് മാധ്യമങ്ങൾ ഓരോന്ന് ഊഹിച്ചെടുക്കുകയാണെന്നും ബന്ധപ്പെട്ട ആളോട് പ്രതികരണമെങ്കിലും ഏജൻസി തേടേണ്ടതായിരുന്നുവെന്നും ഈ കണക്കുകളെല്ലാം മറച്ചു വെച്ചതല്ല, കണക്കുകളെല്ലാം സുതാര്യമായിരുന്നുവെന്നും പിണറായി വിജയൻ പ്രതികരിച്ചു. നിയമപ്രകാരമുള്ള ബാധ്യതകൾ നിറവേറ്റിയിട്ടുണ്ട്. പിണറായി വിജയനെ അടിച്ചു താഴ്ത്താനാണ് ശ്രമം നടക്കുന്നത്. CMRL CFO ഇതുവരെ കണ്ടിട്ടില്ല. മകൾ വീണ വിജയനിലൂടെ തന്നിലേക്ക് എത്താനാണ് ആദായ നികുതി വകുപ്പ് ശ്രമിച്ചതെന്നും മാസപ്പടി വിവാദത്തിൽ അന്ന് പിണറായി വിജയൻ നൽകിയ മറുപടി. എന്തായാലും ഇനി അന്വേഷണമൊക്കെ കടുപ്പിച്ചിരിക്കുകയാണ്. അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരിക്കുന്നു. ഇനി ഈ ചോദ്യം ചെയ്യലിലൂടെ അറസ്റ്റിലേക്ക് നീങ്ങുമോ എന്നൊരു ചോദ്യം ഒരു വശത്ത് ഉയരുന്നുണ്ട്. അത്തരത്തിൽ അറസ്റ്റിലായാൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ലാസ്റ്റ് വീണ ടിയുടെ അറസ്റ്റ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയന് തുടരാനാകുമോ എന്നൊരു ചോദ്യവും രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം ചോദിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.